ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു സാരി ഡിസൈനാണ്. അതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ഡിസൈനാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ജസ്റ്റ് കുറച്ച് സ്റ്റെം ആൻഡ് ലീവ്സ്, പിന്നെ ഇത് കുറച്ച് ഒരു ഫ്ലവർ ഷേപ്പാണ്. അങ്ങനെ അതിനകത്ത് ബോർഡറിൽ ചെയ്യാനായിട്ടൊരു നീളത്തിലുള്ളൊരു ഡിസൈനാണിത്. നോക്കുക, ബോർഡറിൽ ചെയ്യാനായിട്ടൊരു നീളത്തിലുള്ള ഡിസൈൻ, പിന്നെ ഒരു ചെറിയതായിട്ടും ഉണ്ട്. ചെറിയ ചെറിയ മോട്ടിഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഇതിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ. ഇതിനകത്ത് തന്നെ നമുക്ക് ഇത്രയും പോർഷൻ എടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ രീതിക്ക് അനുസരിച്ച് കുറച്ചും കൂടി നീളം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വെറുതെ സർക്കിൾ വരച്ച് കുറച്ച് ലീഫൊക്കെ വരച്ച് ആ ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ വരച്ചെടുത്തിരിക്കുന്ന ഡിസൈനാണ്. അപ്പോൾ ഇത് ഞാൻ സാരിയിൽ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് വീഡിയോയിൽ ചെന്ന് കാണാം. ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓനിയൻ പിങ്ക് കളറിലുള്ള ചെക്കോട്ട ഫാബ്രിക്കാണ്. ഇതിനകത്ത് കുറേയൊക്കെ എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഡിസൈൻ വരച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോൾ റൈറ്റ് ലെഗിൻ്റെ അവിടെ ബോട്ടം പോർഷനിൽ വരുന്ന രീതിയിൽ കുറച്ച് ഹെവി നീളത്തിൽ വരുന്ന രീതിയിലാണ് ഈ വരച്ചിരിക്കുന്നത്. ആ ഒരു ഡിസൈൻ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് എടുത്ത് ഡിസൈൻ വരച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇതതിൻ്റെ മുന്താണി ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. നോക്കുക, മുന്താണി ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബാക്ക് സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് കളറിലെ ത്രെഡ് വെച്ചിട്ടാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു ബ്ലൂ കളറിലെ ഇത് വെച്ചിട്ട് ഒരു സാറ്റിൻ സ്റ്റിച്ചും കൂടി ചെയ്ത് നല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ സാരിയുടെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ടൈപ്പ് ഡിസൈനാണെന്നുള്ളത് നമുക്ക് മാനിക്യൂറിലിട്ടിട്ട് കാണാം. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് 50 എന്ന് പറയുന്ന നമ്പർ പിങ്ക് കളർ ആയിട്ടുള്ള ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. അത് ഞാനിവിടെ 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 0.4 സെൻറ്റിമീറ്റർ വരുന്ന ഓരോ സ്റ്റിച്ചസും അങ്ങനെ ഒരു ലെങ്ത്തിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു ടിപ്പ് പോർഷൻ എത്തുമ്പോൾ ഇവിടേക്ക് തന്നെ അതിൽ കൂടെ തന്നെ കുത്തി ഫിനിഷ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇതേപോലെ പോയി എടുക്കുക. അപ്പോഴാണ് അത് കറക്റ്റ് നല്ല പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുക. ഈ ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുമ്പോഴാണെങ്കിലും പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ വരണം അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് കുറച്ചൊന്ന് ആ ഒരു ഡിസൈൻസ് ഒന്നും ആയാൽ മതിയെന്നേ ഉള്ളൂ. ഞാൻ വെറുതെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്തൊരു ഡിസൈനാണ്. പിന്നീട് ഈവൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ ട്രേസ് എടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ജസ്റ്റ് നോക്കിയിട്ട് കൈവച്ച് തന്നെ വരച്ചെടുക്കാവുന്നതാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയോ അങ്ങനെ വേണമെന്ന് നിർബന്ധമുള്ളൊരു ഡിസൈൻ അല്ല ഇത്. പക്ഷേ നല്ലൊരു ഇതായിട്ടുള്ള ഡിസൈനാണ്. ഞാനിവിടെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പിലെ സ്റ്റെംസ് ഇങ്ങനെ ലൈൻസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഏത് സ്റ്റിച്ചസ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതേപോലെ നമുക്കിതിൻ്റെ സ്റ്റെം പോർഷൻ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം.
അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് 004 ആണ്. 410 ആ ഒരു ബ്ലൂ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ 2 സ്ട്രാൻഡ് ഓഫ് ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. 2 സ്ട്രാൻഡ് ത്രെഡ് വെച്ചിട്ട് നമുക്കിനി ഈ ഓരോ ഡിസൈൻ്റെ ഉള്ളിലുള്ള ഭാഗത്ത് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പം മൊത്തം നമുക്ക് ഒരു കളർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ശരിക്കും നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ലീഫും ഫ്ലവറിൻ്റെ ആ ഒരു ബോർഡറും ഒക്കെ നമ്മളൊരു പിങ്ക് കളർ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആ ഒരു ബ്ലൂ കളർ കൂടി കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ലുക്ക് തന്നെ വരും. ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഡിസൈനിന് തന്നെ മൊത്തത്തിലൊരു ചേഞ്ച് വന്ന മാതിരി നമുക്കൊരു ഇത് കിട്ടും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലെയിൻ സാരി, ഓഫ് വൈറ്റ് സാരിയാണ്, അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് വേറെ ഏതെങ്കിലും സാരീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു കളറിൽ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ മൊത്തത്തിൽ വേറെ കളർ കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു ഒരു സിമ്പിൾ മെത്തേഡിൽ ഒരു ഈസി ആയിട്ട് ഒരു പ്ലെയിൻ സാരി ഡിസൈൻ ചെയ്യുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ആർക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറ്റും, ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ ഓരോ ഇത് ചെയ്യുമ്പോൾ തന്നെ ഞാനിവിടെ കെട്ടിട്ടെടുക്കുന്നുണ്ട്. അടുത്ത ഫ്ലവറിലേക്ക് ഡയറക്റ്റ് വലിച്ച് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൂടി ത്രെഡ് താഴെ കൂടി പോയിരിക്കുന്നത് കാണുന്നത് അതത്ര അത്ര ലുക്ക് ഉണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ കുറച്ച് സ്പേസ് ഉള്ളതിനകത്ത് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ മൊത്തം ഫില്ല് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഈ ഫുൾ സാരിയുടെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് കാണാം. സോ നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഈ പെട്ടെന്നൊന്ന് ചുറ്റിയെടുത്താണ് കേട്ടോ, കുറേ ആയല്ലോ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നതാണ് ഇങ്ങനൊരു ലോങ് ഡിസൈൻ, പിന്നെ ഇടയ്ക്ക് ഒരു സ്മോൾ ഡിസൈൻ. അപ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡ് വരെ നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഫ്രണ്ടിൽ. അതേമാതിരി പിന്നെ നമ്മുടെ റൈറ്റ് ലെഗിൻ്റെ അവിടെ താഴെയായിട്ട് ഇത്രയും നീളത്തിൽ ഈ ഡിസൈൻ വരും. ഇനിയുള്ളത് ഇവിടെ ബാക്ക് സൈഡാണ്, മുന്താണി ഭാഗത്ത് കാണുന്നതാണ്. അപ്പോൾ മുന്താണി ഭാഗത്ത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഈ ഒരു ഇത്രയും നീളത്തിലൊരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് വെച്ച് കഴിഞ്ഞാൽ മുന്താണിയുടെ ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു വശത്ത് ഇതും അടുത്ത വശത്ത് ഒരു എൽ ഷേപ്പിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കിനകത്തുള്ള ആ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നപ്പോൾ അത് ഒന്നും കൂടി ആ ഒരു ഡിസൈൻ എൻഹാൻസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.